നെക്സ്റ്റ് ഐറ്റം വരുന്നത് നമുക്ക് ബാച്ച് കോഡിംഗ് മെഷീൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് മോഡൽസ് ആണ് ഈ കാണുന്നത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ടും ബാച്ച് കോഡിംഗിന്റെ മോഡൽസ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടൈപ്പ് കൺവെയർ ആണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. ഓക്കെ. ഇതിനകത്ത് നമുക്ക് വേണ്ട മാറ്റേഴ്സ് എല്ലാം ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നേരെ പ്രിന്റിലേക്ക് പോവാം. ഇത് നമ്മളിവിടെ പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഓ, ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു കൺവെയർ വഴി ആ ബോട്ടിൽ ഇതേ പോവാണ് കേട്ടോ. ആ പോകുന്ന വഴിയിൽ തന്നെ കണ്ടോ ഇതേപോലെ പ്രിന്റ് ആയി അല്ലേ. ഇതേപോലെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബാക്കിലും നമുക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ പ്രിന്റ് ചെയ്ത ഒരു QR കോഡ് ഉൾപ്പെടെയുള്ള സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള മെഷീൻസിന് നമുക്ക് എന്ത് പ്രൈസിലാണ്? ഇതൊക്കെ നമുക്കൊരു 1 lakh rupees മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട കൺവെയർ സിസ്റ്റത്തോടൊപ്പം ഉള്ള മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽസോ കവർ എന്ത് വേണമെങ്കിലും ഓരോന്ന് ഫീഡ് ചെയ്യണം. നമുക്ക് കവറൊക്കെ കൂടുതലുള്ളെങ്കിൽ നമുക്ക് ഓരോന്ന് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ നമുക്ക് ബണ്ടിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എളുപ്പം. ഓക്കെ. അപ്പം അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതിനകത്താവുമ്പോൾ നമുക്ക് ഇതേപോലെ ബണ്ടിൽസ് ആയിട്ട് ഒരു ബണ്ടിൽ കവർ നമുക്ക് അതിലേക്ക് ലോഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോന്നോരോന്നായി വന്ന് നമുക്കത് ഇതേപോലെ. ഓക്കെ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലേ ഒരു വർക്ക് നടക്കുന്നത് അല്ലേ പ്രിന്റിങ്? ഇതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് പ്രിന്റ് നമുക്ക് ഇതുപോലെ കിട്ടും. ഈ മെഷീനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 1.5 lakh മുതലാണ് സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് സ്റ്റാക്കറായിട്ട് മെഷീൻ വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിന്റെ തന്നെ നമുക്ക് ചെറിയ മെഷീൻസ് ഉണ്ട്, മാനുവൽ മെഷീൻസ് ഉണ്ട്. ഓക്കെ. ആ ബാച്ച് കോഡിംഗ് മെഷീന്റെ ഡീറ്റെയിൽ കാണും. മാനുവൽ മെഷീൻസ് ഒക്കെ എന്ത് വിലയിലായിരിക്കും നമുക്ക് തുടങ്ങുന്നത്? അതാകുമ്പോഴേക്കും അത് ലോ കോസ്റ്റ് ആണോ? മാനുവൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2500 രൂപ മുതലുള്ള കോഡിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് തന്നെ വരുന്ന നോർമലി നമുക്ക് ഇന്ന് പോകുന്ന ഒരു മെഷീനാണിത്. ഇത് റിബൺ കോഡർ എന്ന് പറയും. നമുക്ക് മെറ്റൽ ലെറ്റേഴ്സ് ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ഇതേപോലെ പ്രോഡക്റ്റ് വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അതിന് തന്നെ കുറച്ചുകൂടി ഓട്ടോമാറ്റൈസ് ചെയ്തിരിക്കുന്നതാണിത്. ഇതാവുമ്പോൾ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ സമയത്തിനനുസരിച്ച് ഇതേപോലെ ഇതിങ്ങനെ അടിച്ചു ഇങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ പൗച്ചും ഇതിങ്ങനെ എടുത്തെടുത്ത ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റാഫ് ചെയ്ത് കൊടുത്താൽ മതി. പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കും. പ്രിന്റ് ആയി കിട്ടും. എന്ത് വിലയാണ് നമുക്ക് ഈ ഒരു മെഷീൻ വരുമ്പോൾ നമുക്ക് ഒരു 7000 രൂപ ഈ ഒരു മെഷീനോ? ഇതൊക്കെ വരുമ്പോൾ ഒരു 16,500 ആ റേഞ്ചിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്റം നമുക്ക് അതിന്റെ തന്നെ വേറൊരു മോഡലാണ് ഈ കാണുന്നത്. ഇതിനകത്തേക്ക് ആവുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇങ്ങനെയാണ് ലെറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതിന് നമ്മൾ ഇതേപോലെ നമ്മൾ പ്ലേസ് ചെയ്ത് ഇതും ഹീറ്റർ ബേസ്ഡ് മെഷീനാണ് വരുന്നത്. ഓക്കെ. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇത് നല്ല ഫാസ്റ്റ് ആയിട്ടൊരു മെഷീനാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതുപോലെയുള്ള ഓട്ടോമേറ്റഡ് മെഷീൻസ് അല്ലേ? നല്ല പ്രിസൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ത് വിലയാണ് നമുക്ക് ഈ ഒരു മെഷീൻ? ഈ മെഷീനൊക്കെ വരുമ്പോൾ നമുക്കൊരു 30,000 മുതലാണ് 30,000 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എല്ലാത്തരം മെഷീൻസും അല്ലേ നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ചെറിയൊരു കമ്പനിയിലേക്ക് വേണ്ട ഫില്ലിംഗ്, സീലിംഗ്, ബാച്ച് കോഡിംഗ് എല്ലാം കൂടി കൂടി ഒരു 1,50,000 തന്നെ ഒരു പാക്കേജ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ.